ഹായ് എവ്രിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് കരിനാക്കാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഏതൊക്കെ തരത്തിലുള്ള കരിനാക്കുകളുണ്ട്, ഏത് കരിനാക്കിനാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, ഏതിനാണ് വേണ്ടാത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഒരു വീഡിയോ ഫുൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് ഹെയറി ടങ്ക്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കരിനാക്ക്, അതിനെയാണ് ബ്ലാക്ക് ഹെയറി ടങ്ക് എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ ഒരു കണ്ടീഷനെ പറ്റി വിശദമായിട്ട് പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ കരിനാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നാക്കിൽ ചെറിയ രീതിയിലുള്ള കറുത്ത കുത്തുകൾ അല്ലെങ്കിൽ കറുത്ത ഹെയറി ലൈക്ക് സ്ട്രക്ചേഴ്സ് ചില ആളുകളിൽ കാണാറുണ്ട്. മറ്റ് ചില ആളുകളിൽ നീല കളറിലോ വെള്ള കളറിലോ ഒക്കെ ഡിസ്കളറേഷൻസ് വരാറുണ്ട്. ഇതെല്ലാം തന്നെ ഹെയറി ടങ്ക് എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്? എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതല്ല മറ്റു വല്ല അണുബാധയുടെ കാരണമായിട്ടാണോ? ഇതൊക്കെയാണ് പലരുടെയും മനസ്സിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത്. ഇതിൽ ഈ ബ്ലാക്ക് ഹെയറി ടങ്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണുബാധയോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് നമ്മുടെ ശരീരത്തിലെ കെരാറ്റിൻ, നമുക്കറിയാമല്ലോ, സ്കിന്നിലും മറ്റും കാണപ്പെടുന്ന, നഖത്തിൻ്റെ അറ്റത്തും മറ്റും കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡെഡ് സെല്ല് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കെരാറ്റിനുകളും ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ആളുകളുടെ നാക്കുകളിൽ കെരാറ്റിൻ ഇങ്ങനെ അടിഞ്ഞുകൂടാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള ഡിസ്കളറേഷൻസ് ആളുകളിൽ കാണുന്നു നാക്കിൽ. ഇതിനെയാണ് ബ്ലാക്ക് ഹെയറി നമ്മൾ ടങ്ക് എന്ന് പറയുന്നത്. ഇതൊരു പേടിക്കേണ്ട ഒരു കണ്ടീഷനൊന്നുമല്ല. ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ എസ്തെറ്റിക് കൺസേൺ, നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുന്നു, ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ വരുമ്പോഴാണ് പല ആളുകളും ഈ തരത്തിലുള്ള കരിനാക്കിന്, അതായത് ബ്ലാക്ക് ഹെയറി ടങ്ക് എന്ന് പറയുന്ന കരിനാക്കിന് ട്രീറ്റ്മെൻറ്റ് തേടി വരുന്നത്. അല്ലാത്ത പക്ഷം ഇതുമൂലം നിങ്ങൾക്ക് വേദനയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ഇത്തരത്തിലൊന്നും സംഭവിക്കുന്നതല്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം വേറൊരു ടൈപ്പിലെ കരിനാക്കും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തൊരു മുമ്പത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോയുടെ മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കാർഡായിട്ടും. സോ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്നുള്ളത്. നമുക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പാടായതുകൊണ്ടാണ് പല പാർട്ടുകളായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലോട്ട് തന്നെ വരാം. ഇനി എല്ലാവർക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരിനാക്ക് വരുന്നത് എന്നാണ്. ഇതിന് പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ടാണ്. മെയിനായിട്ട് അതിൽ ഏറ്റവും കീ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓറൽ ഹൈജീൻ തന്നെയാണ്. നിങ്ങൾ കൃത്യമായ രീതിയിൽ വായുടെ ശുചിത്വം പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിനാക്ക് വരാം. ചെറുപ്പത്തിൽ കരിനാക്കില്ല, വലുതായപ്പോഴാണ് കരിനാക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കരിനാക്ക് പ്രത്യക്ഷപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറില്ലേ. അപ്പോൾ പാരമ്പര്യമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല, നിങ്ങളുടെ വായുടെ ശുചിത്വമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്ക് രാവിലെയും വൈകിട്ടും ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ടങ്ക് ക്ലീൻ ചെയ്യാൻ പലരും മറന്നുപോകും. അപ്പോൾ ടങ്ക്, നമ്മളൊരു ബ്രഷിങ്ങിൻ്റെ തന്നെ ഒരു പാർട്ട് തന്നെയാണ് ടങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഫുഡ് ഡെബ്രിസസുകളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അടിഞ്ഞുകൂടുന്നത് നമ്മുടെ ടങ്കിലായിരിക്കും. അപ്പോൾ ടങ്ക് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിനർത്ഥം നിങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് പോലെയുള്ള ടങ്ക് ക്ലീനേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ്, നിങ്ങളുടെ പാപ്പില്ലകൾ നഷ്ടപ്പെടുന്നതിനും ടേസ്റ്റ് ബഡ്സ് നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്ലേഡ് പോലെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ. മാത്രമല്ല നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ വൃത്തിയാക്കാം. നിങ്ങളുടെ ബ്രഷിൻ്റെ ബ്രിസ്റ്റൽസ് ഉപയോഗിച്ച് തന്നെ ബ്രഷിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെർട്ടിക്കലി പിടിച്ച് നിങ്ങൾക്ക് ടങ്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ല് മാത്രമല്ല നിങ്ങളുടെ വായു മൊത്തം നിങ്ങൾക്ക് ശുചിത്വം പാലിക്കാനും സാധിക്കും. ഒപ്പം തന്നെ ഈ ബ്ലാക്ക് ടങ്ക് വരുന്നത് നിങ്ങൾക്ക് തടയാനും സാധിക്കും. പിന്നെ അതുപോലെയുള്ള മറ്റു കാരണങ്ങളെന്ന് വെച്ചാൽ സ്മോക്കിങ്. നിങ്ങൾക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോഫി പോലെയുള്ള സ്റ്റെയിൻഡ് ഡ്രിങ്ക്സ് കൂടുതൽ കുടിക്കുന്ന ആളുകളാണ്, ഇതൊന്നും കുടിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായ രീതിയിൽ വായും കഴുകാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബ്ലാക്ക് ടങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതായത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വീക്കാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ബ്ലാക്ക് ടങ്ക് വരാം, കാരണം അവരുടെ പ്രതിരോധ ശേഷി വീക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കാം. പിന്നെ HIV പോലെയുള്ള ചില സിസ്റ്റമിക് അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് വരാറുണ്ട്. പിന്നെ മെഡിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെഡിക്കേഷൻസ്, നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകൾ. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അല്ലാതെ തന്നെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴോ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോഴൊക്കെ ഡയഗ്നോസ് ചെയ്യപ്പെടാം. അല്ലാതെ നിങ്ങളൊരു കൃത്യമായ രീതിയിൽ ഇത്
ഹെയർ ടാങ്ക് ആണോ അതോ മറ്റു പല അസുഖങ്ങളാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു. ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണോ, നിങ്ങൾ കൃത്യമായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ടോ, പുതുതായിട്ട് വല്ല ആൻറ്റിബയോട്ടിക്കും കഴിക്കുന്നുണ്ടോ. കാരണം ആൻറ്റിബയോട്ടിക് ഒക്കെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ഹെയർ ടാങ്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റേഡിയേഷൻ തെറാപ്പി വല്ലതും അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടോ. കാരണം റേഡിയേഷൻ തെറാപ്പിയുടെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കാം, ഹെയർ ടാങ്ക് വരാം. അപ്പോൾ ഇതുപോലെയുള്ള കോസസ് ചോദിക്കാം, മരുന്നുകളെ പറ്റി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിലൂടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മൂലം വന്ന ഹെയർ ടാങ്ക് ആണിത്. ഇനി ഈ കാരണങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഫർദർ നമുക്ക് കുറച്ച് ഡയഗ്നോസിസുകളും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വന്നേക്കാം, ചില കേസുകളിൽ ബയോപ്സി വേണ്ടി വന്നേക്കാം. കാരണം ഈ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെയർ ടാങ്ക് അല്ലാതെ മറ്റൊരു ഹെയർ ടാങ്ക്, അതായത് സ്യൂഡോ ബ്ലാക്ക് ഹെയർ ടാങ്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് പേടിക്കേണ്ടതാണ്. കാരണം അത് മറ്റു പല അണ്ടർലൈങ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ടാങ്കിൽ വരുന്നതാണ്. മാത്രമല്ല ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ബാക്ടീരിയ ഫംഗസോ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പം അതാണോ അതോ സേഫ് അല്ലാത്തൊരു കരുനാക്കാണോ, അപ്പോൾ ആ കരുനാക്കാണോ അതോ നമ്മുടെ നോർമലായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ടാങ്ക് ആണോ നിങ്ങൾക്കുള്ളതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഇതുപോലെ ഒരു എക്സാമിനേഷന് വിധേയമാകുന്നത് എപ്പോഴും നല്ലൊരു സേഫ്റ്റി സൈഡാണ്. കാരണം എപ്പോഴും നമ്മൾ കരുതുന്ന പോലെ കാണുന്ന എല്ലാ കരുതാക്കുകളും സേഫ് ആകണമെന്നില്ല. ചിലത് ഞാൻ പറഞ്ഞതുപോലെ സ്യൂഡോ ബ്ലാക്ക് ഹെയർ ടാങ്ക് ആയിട്ട് വരാം. അപ്പം അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് വേണം. ഇപ്പം നമ്മുടെ സാധാരണ കരുനാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ടാങ്കിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്ന് പറയുമ്പോഴും പക്ഷേ സ്യൂഡോ ബ്ലാക്ക് ഹെയർ ടാങ്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കരുനാക്കിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ചിലപ്പോൾ ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻ ആകാം, ആൻറ്റി ബാക്ടീരിയൽ മെഡിക്കേഷൻ ആകാം. ചില സമയത്ത് നമുക്ക് സർജറി പോലും വേണ്ടി വന്നേക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ ഗുരുതരമായ സിറ്റുവേഷൻസും സംഭവിക്കാറുണ്ട്. ഇതിനർത്ഥം നമ്മൾ കാണുന്ന എല്ലാ കരുനാക്കും പേടിക്കേണ്ടതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. മജോറിറ്റി നമ്മൾ കാണുന്നത് ബ്ലാക്ക് ഹെയർ ടാങ്ക് ആണ്, അത് പേടിക്കേണ്ടതല്ല, അതിന് ട്രീറ്റ്മെൻറ്റും വേണ്ടതില്ല. പക്ഷേ ചില കേസുകളിൽ ചില ആളുകൾക്കുള്ളത് കണ്ടാൽ കരുനാക്കെന്ന് തോന്നുമെങ്കിലും അത് സ്യൂഡോ ബ്ലാക്ക് ഹെയർ ടാങ്ക് ആകാം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കണ്ടീഷൻ ആവാം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സേഫ്റ്റിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റുള്ളവരിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.